വീട്ടിലിരുന്ന് സൗജന്യ പരിശീലനം നേടാം. LDC 2020 മെയ് 3 മുതൽ. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.ranhouse.in. Question number 21. The more you get, dash you spend. The more you get, dash you spend. The most, more, the more, much. ഇവിടുത്തെ ആൻസർ സി ആണ്. സി. The more you get, the more you spend. സമാന്തരപരമായിട്ടുള്ള റൈസിങ്, സമാന്തരപരമായിട്ടുള്ള ഫാളിങ് ഉണ്ടാകുന്ന സമയത്ത് രണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ മുന്നിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കണം എന്നതാണ് നിയമം. പാരലൽ റൈസിങ്, പാരലൽ ഫാളിങ് ഉണ്ടാകുമ്പോൾ രണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ മുന്നിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കണം. The more you spend, more comparative degree ആണ്. The more you spend, the more you get. The most very clear. Superlative degree ആണ്. More ന് മുന്നിൽ definite article ഇല്ല. Much തെറ്റാണ്. comparative degree അല്ല much. അതിനാൽ പാരലൽ റൈസിങ്, പാരലൽ ഫാളിങ് ഉണ്ടാകുമ്പോൾ രണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ മുന്നിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം. The more you get, the more you spend. അതിനാൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 22. Which sentence is correct? പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിനേഷനിൽ ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യന്റെ രീതിയാണ്. ഒന്നാമത്, he is a best friend of mine. തെറ്റാണ് ഇവിടെ. a best friend എന്നല്ല വേണ്ടത്, he is the best friend of mine എന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. എറർ ആണ്. He was standing besides the car. Besides എന്നല്ല വേണ്ടത് ഇവിടെ, beside എന്നാണ് വേണ്ടത്. beside അരികെ. besides കൂടാതെ, കാറിനരികിൽ. beside ആണ് അവിടെ വേണ്ടിയിരിക്കുന്നത്, besides അല്ല. ബി ഓപ്ഷനും എററാണ്. I have been waiting since a long time. ഓപ്ഷൻ സി തെറ്റാണ്. കാരണം നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണിത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സിൻസും ഫോറുമാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ലെങ്ത് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാനും സിൻസ് പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാനുമാണ്. ഇവിടെ ലെങ്ത് ഓഫ് ടൈം ആണ് വന്നിരിക്കുന്നത്. എ ലോങ് ടൈം സിൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഫോർ ആണ് യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫോർ എ ലോങ് ടൈം സുദീർഘമായിട്ടുള്ള സമയത്തെ കാണിക്കുന്നു, പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കുന്നു. ആയതിനാൽ ഫോർ ആണ് വേണ്ടത്, സിൻസ് അല്ല. ശരിയായ ഓപ്ഷൻ ബി ആണ്. I met her at the theater yesterday. Met V2 ആണ്. yesterday ഭൂതകാല സൂചക പദങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതിനാൽ ശരിയായ ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. കംപ്ലീറ്റ് ദ പ്രോവർബ്. പ്രോവർബിനെ കംപ്ലീറ്റ് ചെയ്യുക. പ്രോവർബാണ്, മാറ്റമൊന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല. അതെങ്ങനെയാണോ പറഞ്ഞു വന്നിരിക്കുന്നത് അതേ മാതിരി തന്നെ ഉപയോഗിച്ചിരിക്കണം. അതിനാൽ all lay load on a willing dash. ശരി ഉത്തരം horse ആണ്. all lay load on a willing dog അല്ല, cat അല്ല, elephant അല്ല, horse ആണ്. ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമേ ഇല്ല. പഴഞ്ചൊല്ലാണ്, ഒരു മാറ്റവും സാധ്യമല്ല. ആയതിനാൽ ഓപ്ഷൻ
ഡി ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 24 ഇഡിയംസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ്. The meaning of the idiom mealy mouthed. Mealy mouthed എന്ന് പറയുന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? ഉത്തരം എന്താണ്? അതിന്റെ ആശയം എന്താണ്? അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? ഇൽ ടെമ്പേർഡ് അല്ല, തെറ്റാണ്. ശരി ഉത്തരം ബി ആണ്. Unwilling to state facts of opinion simply and directly. കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്ന വ്യക്തിത്വമാണ് എന്ന് പറയുന്ന ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ശരിയായ ഉത്തരം. സോഫ്റ്റ് ടങ്ക്ഡ് അല്ല, തെറ്റാണ്. എംബീഷ്യസ് അല്ല, തെറ്റാണ്. ഒരുപാട് ഇഡിയംസ് പഠിച്ചു വെക്കുക, കാരണം ഒരു ഇഡിയം എന്തായാലും ഓരോ ക്വസ്റ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 25 എ പേഴ്സൺ സ്നേക്സ് ഇൻടു എ കൺട്രി. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ്. ഒരു രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന വ്യക്തി, അത് നമുക്കറിയാം ഇൻഫിൽട്രേറ്റർ എന്നതാണ് ശരിയായ ഉത്തരം. ഇൻവേഡർ ആക്രമണകാരി എന്നാണ് അർത്ഥം, തെറ്റാണ്. അഗ്രസർ ആക്രമണകാരി എന്നാണ് അർത്ഥം, തെറ്റാണ്. സ്പൈ ചാരൻ എന്നാണ് അർത്ഥം, തെറ്റാണ്. ഒരു രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന വ്യക്തിയെ നമ്മൾ വിളിക്കുന്നത് ഇൻഫിൽട്രേറ്റർ എന്നാണ്. ആയതിനാൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 26 എ ഫോർമൽ റിട്ടൺ ചാർജ് അഗൈൻസ്റ്റ് എ പേഴ്സൺ ഫോർ സം ക്രൈം ഓർ ഒഫൻസ്. ക്രൈം ചെയ്തു കഴിഞ്ഞാൽ, ഒഫൻസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എതിരായി നൽകുന്ന റിട്ടേൺ ആയിട്ടുള്ള ചാർജിനെ എന്താ വിളിക്കുക? ആക്രിമോണി, തെറ്റാണ്. വിദ്വേഷം എന്നാണ് അർത്ഥം. വെർഡിക്റ്റ്, തെറ്റാണ്. വിധി എന്നാണ് അർത്ഥം. അലഗേഷൻ, തെറ്റായ ആൻസറാണ്. ആരോപണം എന്നാണ് അർത്ഥം. ഇൻഡിക്റ്റ്മെന്റ് ആണ് ശരിയായ ആൻസർ. ആയതിനാൽ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 27 വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ആസ് എൻ ആർ. സ്പോട്ടിംഗ് എന്ന് പറയുന്ന ഭാഗമാണ്. സ്പോട്ട് ഡി ആർ. എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്? ആ മിസ്റ്റേക്ക് സ്പോട്ട് ചെയ്യും. He speaks the English fluently. No error. He speaks on A, the English on B, fluently on C, no error on D. ഇവിടെ മിസ്റ്റേക്ക് ബി പാർട്ടിലാണ്. ഡി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ എന്നാണ് അർത്ഥം. അതെ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ എന്നാണ് അർത്ഥം. He speaks the English അല്ല, he speaks English എന്നാണ് വേണ്ടിയിരിക്കുന്നത്. ദി എന്ന് പറയുന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ റിമൂവ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഈ സെന്റൻസ് ശരിയാണ്. അപ്പൊ ഈ സെന്റൻസിലെ മിസ്റ്റേക്കുള്ള ഭാഗം ദി ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷ് ആണ്. ബി ആണ് ശരിയായ എറർ പാർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 28 കംപ്ലീറ്റ് ദ പ്രോവർബ്. പ്രോവർബിനെ കംപ്ലീറ്റ് ചെയ്യുക. The best fish swim near the bottom. ശരിയായ ആൻസർ ഡി ആണ്. ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നുമില്ല, പഴഞ്ചൊല്ലാണ്, ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. ആയതിനാൽ എക്സാക്ട് ആയിട്ടുള്ള ആൻസർ ഡി എന്ന് പറയുന്ന ബോട്ടം ആണ്. The best fish swim near the bottom. Question number 29 The synonym of damsel. Damsel എന്ന് പറയുന്ന വാക്കിന്റെ പര്യായം, സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന വാക്കേതാണ്? വിച്ചല്ല, വിച്ച് മന്ത്രവാദിനി എന്നാണ് അർത്ഥം, തെറ്റാണ്. വിധവ നമുക്കറിയാം, വിധവ എന്നാണ് അർത്ഥം, തെറ്റാണ്. ബിച്ച്, പെൺനായക്കാണ് ബിച്ച് എന്ന് പറയുന്നത്, തെറ്റാണ്.
ശരിയായ ആൻസർ മെയ്ഡൻ എന്നാണ്. ഡാംസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യക എന്നാണ് അർത്ഥം. മെയ്ഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യക എന്നാണ് അർത്ഥം. ശരിയായ ആൻസർ ബി. ക്വസ്റ്റ്യൻ നമ്പർ 30. He complained to me that he dash. ആർട്ടിക്കിളിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണിത്. എടയ്ക്ക് മുന്നിൽ എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കണം. എടയ്ക്ക് മുന്നിൽ എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കണം. ഐ ഹാവ് എ എഡൈക്ക് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ നമ്പർ എ ആണ് ശരി ഉത്തരം. He complained to me that he had a headache. ശരി. ഹെഡേക്കിന്റെ മുന്നിൽ എ വേണം, എ ഇല്ല. തെറ്റ്. ഹെഡേക്കിന്റെ മുന്നിൽ ദാ ഡിഫറെന്റ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. തെറ്റ്. ഹെഡേക്കിന്റെ മുന്നിൽ എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. തെറ്റ്. വവൽ ശബ്ദമല്ല, കൺസോണന്റ് ശബ്ദമാണ്. അപ്പൊ ഹെഡേക്ക് എന്ന് പറയുന്ന വാക്കിന്റെ മുന്നിൽ എപ്പോഴും എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം. ആയതിനാൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഐ ഹാവ് എ ഹെഡേക്ക് എന്ന് പറയുന്ന മാതിരി he complained to me that he had a headache എന്നതാണ് ശരിയായ ഉത്തരം. 31ാമത്തെ ചോദ്യം. They have finished the work. ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ. ഇവിടെ ഹാവ് ഓപ്ഷനിലെ ഒരുപാട് നമുക്കറിയാം. They have finished the work. പോസിറ്റീവ് സെന്റൻസിന് നെഗറ്റീവ് ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ഹാവിഡ് ദേ എന്ന് പറയുന്ന ബി ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഹാവ് ദേ വരില്ല, ഡു ദേ വരില്ല, ഡോണ്ട് ദേ വരില്ല. ടാഗ് മനസ്സിലാക്കി നടക്കാത്ത വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വളരെ ലളിതമായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമേ ഇല്ല. അതിനാൽ ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 32. The officer asked the assistant to dash the file. ഫ്രേസൽ വെർബ് ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും ഫ്രേസൽ വെർബിനെ ആധാരമാക്കിയിട്ട്. Put in, put off, put on, put up. Put in എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഇടപെടുക എന്നാണ്. തെറ്റാണ്. Put off എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥം പോസ്റ്റ്പോൺ എന്നാണ്, നീട്ടിവെക്കുക. Put on എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം വെയർ, ധരിക്കുക എന്നാണ്. അപ്പൊ ശരി ഉത്തരം put up ആണ്. Put up എന്ന് പറഞ്ഞാൽ ഹാജരാക്കുക എന്നാണ് അർത്ഥം. ശരിയായ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 33. വേർഡ് പവർ ആണ്. ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണ്? ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാര മേഖല എന്നൊക്കെയാണ്. അപ്പോ ദ സയൻസ് ഓഫ് ലോ തെറ്റാണ്. ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്, ജഡ്ജിമാരുടെ ഗ്രൂപ്പ്, തെറ്റായ ആൻസർ ആണ്. ദ എൻക്ലോസ്ഡ് ബോക്സ് ഓഫ് ജൂറി, തെറ്റായ ആൻസർ ആണ്. ജൂറിയുടെ അടച്ചിട്ടിരിക്കുന്ന എൻക്ലോസ്ഡ് ആയിരിക്കുന്ന ബോക്സ് അല്ല, തെറ്റാണ്. പവർ ഹെൽഡ് ബൈ അതോറിറ്റി, ഒരു അതോറിറ്റിയുടെ അധികാര പരിധി, അധികാര മേഖലയ്ക്കാണ് നമ്മൾ എന്ന് പറയുന്നത് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ശരിയായ ഉത്തരം ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. One word for a group of people having control of a country. ഇതിന്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് വൊക്കാബുലറിയുടെ. അതോറിറ്റേറിയനിസം അല്ല, അതോറിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മീനിങ് ആണ് അതിനുള്ളത്. അരിസ്റ്റോക്രസി, പ്രഭു കുടുംബത്തിലെ ഭരണം, അതല്ല. ഓട്ടോക്രസി, ഏകാധിപത്യം, അതുമല്ല ആൻസർ. ഒലിഗാർക്കി എന്ന് പറയുന്ന
ഓപ്ഷൻ നമ്പർ ഡി ആണ് ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 35. ടൈ ദ നോട്ട് എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് എന്നതാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളൂ. മിന്നു കെട്ടുക എന്നാണ്. അപ്പം ഏതാ ശരിയായ ഉത്തരം? ടു ഗെറ്റ് മാരീഡ് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതിനാൽ ഡിഫീറ്റ് ദ എനിമി തെറ്റാണ്. പേ ദ അരിയേഴ്സ് തെറ്റാണ്. ബിക്കം സക്സസ്ഫുൾ റോങ് ആൻസർ ആണ്. ശരിയായ ആൻസർ ബി, ടു ഗെറ്റ് മാരീഡ്, മിന്നു കെട്ടുക. ക്വസ്റ്റ്യൻ നമ്പർ 36. The degrees were awarded in the annual dash. Word power ആണ് vocabulary. ഡിഗ്രികൾ അവാർഡ് ചെയ്യുന്നത് വർഷത്തിൽ നടക്കുന്ന എന്തിലാണ്? കോൺഫറൻസ് അല്ല, കൺവെൻഷൻ അല്ല, എന്നാലും കോൺവെക്കേഷൻ ആണ് ബിരുദ ദാന സമ്മേളനം. അപ്പൊ ആൻസർ ഏതാ? സി ആണ്. കോൺവല്യൂഷൻ ചുരുട്ടുക എന്നൊക്കെയാണ് അർത്ഥം. കോൺവല്യൂഷൻ അല്ല ആൻസർ. അപ്പം ഡിഗ്രികൾ അവാർഡ് ചെയ്യുന്നത് വർഷത്തിൽ നടക്കുന്ന കോൺവക്കേഷനിലൂടെയാണ്. കോൺവക്കേഷൻ ബിരുദ ദാന സമ്മേളനം. ശരി ഉത്തരം സി. ക്വസ്റ്റ്യൻ നമ്പർ 37. Nobody lives in this house. ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഡൂതയാണ് ആൻസർ. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിന് പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ് വേണ്ടിയിരിക്കുന്നത്. എ ആണ് ശരിയായ ഉത്തരം. ആർ ദേ തെറ്റാണ്. ഈസിന്റ് ഇറ്റ് തെറ്റാണ്. വിൽ ദേ തെറ്റാണ്. somebody, someone, everybody, everyone, nobody, no one, anybody, anyone ഇത്യാദി വാക്കുകളുടെ പ്രോനൗൺ ഡേ. അതിനാൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് നെഗറ്റീവ് ടാഗ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിന് പോസിറ്റീവ് ടാഗ്. അപ്പൊ ഡു ദേ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ 38. As the festival approaches, the number of customers dash. ഒരു കാര്യം മനസ്സിലാക്കേണ്ടിരിക്കുന്നത് a number of, a good number of, a great number of, a large number of, a small number of ന് ശേഷം ബഹുവചന കർത്താവ് ബഹുവചന വെർബ്. the number of ആണെങ്കിൽ ബഹുവചന കർത്താവ് വെർബ് ഏകവചനമായിരിക്കണം. the number of ആണ് വന്നിരിക്കുന്നത്. ബഹുവചന കർത്താവ് വെർബ് എന്തായിരിക്കണം? ഏകവചനം. the number of customers, കസ്റ്റമേഴ്സിന്റെ എണ്ണം ഏകവചനം. increase ബഹുവചനം തെറ്റ്. have increased ബഹുവചനം തെറ്റ്. are increasing ബഹുവചനം തെറ്റ്. increases singular ശരി. once again, a number of, a good number of, a great number of, a large number of, a small number of ന് ശേഷം ബഹുവചന കർത്താവ് ബഹുവചന വെർബ്. എന്നാൽ the number of ആണെങ്കിൽ ബഹുവചന കർത്താവ് ഏകവചന വെർബ്. ശരിയായ ഉത്തരം എ. ക്വസ്റ്റ്യൻ നമ്പർ 31. Everybody has got a pass mark. ക്വസ്റ്റ്യൻ ആണ്. somebody, someone, everybody, everyone, nobody, no one, anybody, anyone ഇവ കർത്താവിന്റെ സ്ഥാനത്ത് വരുമ്പോൾ സിംഗുലർ ആണ്. എന്നാൽ സർവനാമം ദേ എന്നാണ്. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള ഓക്സിലറി വെർബാണ് വേണ്ടിയിരിക്കുന്നത്. ബഹുവചനമായിട്ട് ദേക്ക് അനുയോജ്യമായിട്ടുള്ള ഓക്സിലറി വെർബ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, നെഗറ്റീവ് ടാഗ് ഉണ്ടായിരിക്കണം.
ദേ ബഹുവചന സബ്ജക്റ്റ് ഹാവ് ബഹുവചന ഓക്സിലറി. ശരി ഉത്തരം. ഹാസ് എ സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി, ബഹുവചനമായിട്ടുള്ള സബ്ജക്റ്റ് തെറ്റ്. ഇത് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെഗറ്റീവ് ടാഗ് ആണ് വേണ്ടത്. പോസിറ്റീവ് ടാഗ് ആണ് വന്നിരിക്കുന്നത്. ഡൂം വരില്ല. രണ്ട് മിസ്റ്റേക്ക് ഉണ്ട് ഈ ഓപ്ഷൻ സിയിൽ. ഡസ് സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി ആണ്, ബഹുവചനമാണ്. ദേ ഇങ്ങനെ വരില്ല. അപ്പോ എവരിബഡി ഹാസ് ഗോട്ട് എ പാസ് മാർക്ക് എന്ന ചോദ്യത്തിന്റെ ടാഗ് ഹാവിന്റെ ദേ എന്നാണ്. ബഹുവചന ഓക്സിലറിക്ക് ബഹുവചനമായിട്ടുള്ള സബ്ജക്റ്റ്. ശരി ഉത്തരം എ. 40ാമത്തെ ചോദ്യം. What did you have for dash breakfast? ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ഒരു കാര്യം മനസ്സിലാക്കുക. ബ്രേക്ക്ഫാസ്റ്റ്, ബ്രഞ്ച്, ലഞ്ച്, ഡിന്നർ, സപ്പർ, ഇവയുടെ മുന്നിൽ നമ്മൾ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ബ്രേക്ക്ഫാസ്റ്റ്, ബ്രഞ്ച്, ലഞ്ച്, ഡിന്നർ, സപ്പർ, ഇവയുടെ മുന്നിൽ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ആയതിനാൽ എ, ബി, സി ഓപ്ഷനുകൾ തെറ്റാണ്. ശരി ഉത്തരം ഡി ആണ്. ഒരു കാര്യം, ബ്രേക്ക്ഫാസ്റ്റ്, ബ്രഞ്ച്, ലഞ്ച്, ഡിന്നർ, സപ്പ ഇവയുടെ മുന്നിൽ നമ്മൾ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാറില്ല. എന്നാൽ ദ ലഞ്ച് ഹോസ്റ്റഡ് ബൈ ദ ക്യൂൻ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മളെല്ലാ ദിവസവും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഒന്നുമല്ല. അതൊരു വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണമാണ്. നമുക്ക് വൺസ് ഇൻ എ ലൈഫ് സ്പാനിൽ ലഭിക്കുന്ന ഭക്ഷണമാണ്. ആയതിനാൽ അത്തരം സന്ദർഭത്തിൽ ദ ലഞ്ച് ഹോസ്റ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു ഭക്ഷണമാണ്. നമുക്ക് ലഞ്ചാണ്. ആ സമയത്തൊക്കെ ദ ലഞ്ച്, ദ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ബ്രഞ്ച്, ലഞ്ച്, ഡിന്നർ, സപ്പ ഇവയുടെ മുന്നിലൊന്നും ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ആയതിനാൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നോ ആർട്ടിക്കിൾ.